ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ജഗദീപ് ശാലിനിയോട് പറയുവാണ്, സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തിനെ വെച്ചൊരുക്കുന്ന കെണി അതെന്ത് തന്നെ ആയാലും മേഡത്തെയും വിഷ്ണുവാസന്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഇതൊരു പക്ഷേ പരിധി വിട്ടു പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഒരാപത്ത് വരുന്നത് കാണുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും ജഗദീപിനെ എനിക്ക് അറിയാവുന്നതല്ലേ. ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചതല്ലേ ജഗദീപ്. അതൊന്നും ഞാൻ മറക്കില്ല. ജഗദീപ് ഇങ്ങനെ ശാലിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഗദീപിന് സുസ്മിതയുടെ ഫോൺ വരുന്നുണ്ട്. അയ്യോ, ഇത് അവളാണല്ലോ സുസ്മിത. ഇതിപ്പോൾ എന്താണോ അവൾ വിളിക്കുന്നത്? ഞാനെങ്ങാണോ ഇവിടെ വന്നത് അവളിനി അറിഞ്ഞിട്ടുണ്ടാകുമോ? ഏതായാലും ജഗദീപ് ഫോൺ എടുക്ക്. ഹലോ സുസ്മിതേ, എന്താ? എടാ ജഗദീപ്, നീ ഇതെവിടെ? അത് ഞാൻ മാർക്കറ്റിൽ നിനക്കെന്തോ പണി? അത് നീ മീൻ മേടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നാ പെട്ടെന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാ. ശാലിനി ഇങ്ങനെ മനസ്സിൽ പറയുക, സുസ്മിത അവൾ എല്ലാ വിധത്തിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അവൾ രോഹിത്തിനെ വെച്ച് പുതിയ കളികൾ തുടങ്ങുന്നതിന് മുൻപ് രോഹിത്തിനെ അവിടെ നിന്ന് ഇറക്കണം. ഈ സമയം വിഷ്ണുവും ശ്യാമയും കൂടെ രോഹിത്തിനെ സുസ്മിതയുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സുസ്മിതയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ശ്യാമയ്ക്ക് ഭയങ്കര പേടി. അവൾ പേടിച്ചിരുന്ന കരയുവാണ്. എന്താവുമെന്ന് അറിയില്ലല്ലോ. വിഷ്ണു ധൈര്യം കൊടുക്കുന്നുണ്ട്. ചെല്ല്, നീ ചെന്ന് വിളിക്കവനെ. നീ വിളിച്ചാൽ അവൻ വരും, ചെല്ല്. ഞാൻ വിളിച്ചാൽ വരുമോ വിഷ്ണുവേട്ട? വരും, അവൻ തീർച്ചയായിട്ടും വരും. അവനെയും കൊണ്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകത്തുള്ളു. ശ്യാമ അങ്ങനെ ആകെ ഭയന്ന് വിറച്ച് സുസ്മിതയുടെ വീട്ടിലെ കോളിംഗ് ബെല്ല് അടിക്കുവാണ്. സുസ്മിത വന്ന വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ശ്യാമയെ. അവളൊരു പരിഹാസവും പുച്ഛത്തോടു കൂടി ശ്യാമയോട്, അല്ല ഇതാരാ? എന്താ ഈ വഴിക്കൊക്കെ? ആരെങ്കിലും തിരക്കിറങ്ങിയതാ? ശ്യാമ ചോദിക്കുവാണ്. രോഹിത് എവിടെ? രോഹിത്, അതായത് നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവിനെ ഇവിടെയാണോ വന്ന് നോക്കുന്നത്? ഇതേ എൻ്റെ വീടാ. ഞാനും എൻ്റെ ഭർത്താവ് ജഗദീപുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ജഗദീപാണെങ്കിൽ എൻ്റെ അറിവിൽ പേര് മാറ്റുകയൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ പിന്നെ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. സുസ്മിത, രോഹിത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, ആണോ? എന്നാൽ ഞാൻ കേട്ടത് നീ അവനെ അവിടെ നിന്ന് അടിച്ചിറക്കിയെന്നാണല്ലോ. വിഷ്ണുവിന് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് വിഷ്ണു ഇങ്ങോട്ട് വന്നിട്ട് പറയാ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കണ്ട, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. സുസ്മിത ഒരു ഭയങ്കര കളിയാക്കല്. ആഹാ, അപ്പോൾ ബോഡി ഗാർഡും ഒക്കെ ആയിട്ടായിരുന്നു വന്നതില്ലേ? അയ്യോ, ഞാനത് കണ്ടില്ലായിരുന്നു. എന്നിട്ട് സുസ്മിത വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ശ്യാമയെ ഒന്ന് നോക്കി, വിഷ്ണുവിനെ നോക്കി, ഒരു വല്ലാത്ത ഒരു ചിരിയെ ചിരിച്ചിട്ട്, ആ നിന്റെയൊക്കെ ഒരു സമയം. വിഷ്ണുവിനത് മനസ്സിലായി. എന്തർത്ഥത്തിലായി ഇവളിങ്ങനെ പറഞ്ഞതെന്ന് വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട്. വിഷ്ണു പറയുവാണ്, നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് വല്ലാതെ അങ്ങ് ചൊറിയല്ലേ. എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയില്ല, മാറി നിൽക്കണി അങ്ങോട്ട് എന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് തള്ളിയിട്ട് വിഷ്ണു അങ്ങോട്ട് കയറി പോവാണ്. വിഷ്ണു രോഹിത്തിനെ വിളിക്കുവാണ്. രോഹിത്തെ, എടാ രോഹിത്തെ എന്ന് വിളിക്കുമ്പോൾ സുസ്മിത, ദേ എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു വന്ന് ബഹളം ഉണ്ടാക്കിയേക്കരുത്. ഇത് മാനവും മര്യാദയായിട്ട് ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാ. ശ്യാമയ്ക്കത് കേട്ടിട്ട് കലിതുള്ളുവാണ്. വല്ലവളുടെയും ഭർത്താവിനെ പെരയ്ക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നതാണോടി നിന്റെ മാനവും മര്യാദയും? അന്യായമായി രോഹിത്തിനെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഞാനൊരു പരാതി നൽകിയാൽ നീ അകത്തു പോകും. അയ്യോ എൻ്റെ പൊന്നുമോളെ, നീ എന്നെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ. ഈ കോടതിയും ജയിലും എന്നൊക്കെ പറയുമ്പോൾ പേടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും. ഇത് ആള് വേറെയാണ്, സുസ്മിതയാണിത്. ഇവിടെ വന്ന് എന്നെ പേടിപ്പിക്കാൻ നീ കുറച്ചുകൂടെ മൂക്കണം. വിഷ്ണു പറയാൻ, എടി ശ്യാമേ, നീ എന്തിനാ വെറുതെ ഇവളോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നേ? നീ ആരെയായി പേടിക്കുന്നത്? ഈ ഇവളെയോ? അത് കേട്ടിട്ട് സുസ്മിത, വിഷ്ണു നീ എന്നെ അങ്ങനെ അളന്ന് തള്ളല്ലേ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് നിനക്കറിയാമല്ലോ. ഇത് നീ ഓർക്കുന്നത് നല്ലതാ. അത് നീർക്കോലിയല്ലയോടി, നീ വെറും മണ്ണിര. ഞാൻ എൻ്റെ മുന്നിലെ മണ്ണിര വന്നാലും എൻ്റെ കാലുകൊണ്ടിങ്ങനെ ചവിട്ടി അരച്ച് ഞാനങ്ങ് തീർക്കും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഡി സുസ്മിതേ, കേട്ടോ? എന്നിട്ട് രോഹിത്തെ, എടാ രോഹിത്തെ എന്നും പറഞ്ഞ് റൂമിനകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. എടാ നിന്നോട് ഇറങ്ങി വരാനാ പറഞ്ഞത്. സുസ്മിത അങ്ങോട്ട് വന്നിട്ട് പറയാ, വിളിച്ചിറക്കിക്കൊണ്ട് പോ. അവൻ വരുമെങ്കിൽ, അല്ലാതെ ബലപ്രയോഗത്തിൽ കൂടെ ആ കാര്യം നേടാൻ പോകുന്നതെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ആലോചിക്കേണ്ടി വരും. എടി, നിന്റെ ആലോചന എവിടം വരെ പോകുമെന്ന് എനിക്കറിയാവടി. കൂടിപ്പോയാൽ നീ ആ ചന്ദ്രബോസിനെ ഫോൺ ചെയ്ത് വരുത്തും, അല്ലെങ്കിൽ ഒരു മെസ്സേജ്. അത്രയല്ലേ ഉള്ളു. എൻ്റെ കൈപ്പാങ്ങിന് അവനെ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുവാടി. നീ അവനെ വിളിച്ച് വരുത്തടി. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനാ അവൻ്റെ യോഗമെങ്കിൽ ഞാനതങ്ങ് കൊടുക്കാം. എടാ രോഹിത്തെ, ഒളിച്ചിരിക്കാതെ വെളിയിലോട്ടിറങ്ങി വാടാ. എടാ ആണുങ്ങളെപ്പോലെ മുന്നോട്ടിറങ്ങി വാടാ. വിഷ്ണുവിൻ്റെ ആ അലറിയുള്ള വിളി കേട്ട് രോഹിത്ത് കാലുറയ്ക്കാതെ ഇങ്ങനെ ആടിയാടി മുകളിൽ നിന്ന് വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ, എടാ രോഹിത്തെ എന്ന് വിളിക്കുമ്പോൾ ഉടനെ രോഹിത്ത്, എന്താടാ?
എന്താടാ ഇവിടെ കിടന്നൊരു വിളി എന്നിങ്ങനെ രോഹിത്തിൻ്റെ ആ ചോദ്യം കേട്ട് ശ്യാമ അങ്ങ് ഞെട്ടിപ്പോയി. അവൾ ഓടിച്ചെന്നിട്ട് രോഹിത്തെ എന്താ ഇങ്ങനെ, വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. മിണ്ടരുതടി നീ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ. എന്നെ ചതിച്ച നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലടി. രോഹിത്തെ അങ്ങനെ പറയല്ലേ, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. രോഹിത്തെ എന്നെ ഓർക്കണ്ട, നമ്മുടെ മോളെ ഓർക്കണ്ടേ. ഏത് മോളാടി? എന്നിട്ട് വിഷ്ണുവിനെ നോക്കി പരിഹസിച്ചുകൊണ്ട് അത് ഇവന്റെ മോളല്ലേടി. ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന സുസ്മിതയ്ക്കങ്ങ് ചിരിയടക്കാൻ കഴിയുന്നില്ല. അവളങ്ങ് വല്ലാതങ്ങ് ആഹ്ലാദിക്കുവാണ് ഇതൊക്കെ കണ്ട്. രോഹിത്താണെങ്കിൽ തലയ്ക്ക് വെളിവില്ല, നേരെ നിൽക്കാനും വയ്യ. അവൻ ശ്യാമയോട് വീണ്ടും പറയുക, എനിക്കാണെങ്കിൽ കുട്ടിയുമില്ല കെട്ടിയോളുമില്ല, ഞാനൊരു അനാഥനാണ്, തീർത്തും സ്വതന്ത്രൻ. നീ വേണമെങ്കിൽ ഈ വിഷ്ണുവിൻ്റെ കൂടെ അങ്ങ് പുറത്തോടി. ഇത് കേട്ട് ശ്യാമ, രോഹിത്തെ ശാലിനി അങ്ങ് അവിടല്ലേ, ഇവനാണെങ്കിൽ ഇവിടെ നീ ഒരു കൂട്ടുവാകും. ഇത് കേട്ട് വിഷ്ണുവിന് ചോര തിളയ്ക്കുവാണ്. എടാ പന്ന എന്നും പറഞ്ഞ് വിഷ്ണു അടക്കിടന്ന ശോഭ ചവിട്ടി ഒരു ഏറ്. എന്നിട്ട് അടുത്തോട്ട് വന്ന് രോഹിത്തിൻ്റെ കഴുത്തേക്കറി ചുറ്റിപ്പിടിച്ചിട്ട് ചെറ്റത്തരം പറഞ്ഞ അടിച്ച് നിന്റെ മൂക്ക് ഞാൻ ഉടയ്ക്കും. ശ്യാമ കരഞ്ഞുകൊണ്ട്, വിഷ്ണുവേട്ടാ വേണ്ട, എടാ ഞാൻ നിന്നെ സ്വന്തം അനിയനെ പോലെ കണ്ടുപോയടാ, സ്നേഹിച്ചു പോയി, അതുകൊണ്ട് മാത്രമാടാ നിന്നെ ഞാനിപ്പോൾ കൈവെക്കാത്തത്. ഇതെല്ലാം ജഗദീപ് നോക്കി നിന്ന് കാണുവാണ്. പാപം അവൻ്റെ ഒരു നിസ്സഹായാവസ്ഥയെ. സുസ്മിത ഈ അവസരം മുതലെടുത്തോണ്ട് വീണ്ടും അവൾ പറയുക, അല്ല ഇവനെങ്ങനെ ഇത് പറയാതിരിക്കുന്നേ, ഇത്രയും നാളും വളർത്തിയ കൊച്ചിവൻ്റെതല്ല. ശ്യാമയാണെങ്കിൽ വരവും പോക്കും നടപ്പും ഒക്കെ നിന്റെ കൂടെ. പിന്നെ ഇനിയിപ്പോൾ വേണ്ട, ഞാൻ പറയുന്നില്ല, പറയാൻ എൻ്റെ നാവ് പോലും നാണിക്കുന്നു. ഇത് കേട്ട് വിഷ്ണു ഭേ നിർത്തടി എന്നൊരാട്ടാട്ടിയിട്ട് പറയുന്നു, നിനക്ക് നാണോ? ആ വാക്ക് എന്താണെങ്കിലും നിനക്കറിയാവോ? എടാ രോഹിത്തെ, നീ ഇവളുടെ വാക്കും കേട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പലതും മറക്കേണ്ടി വരും. എടാ രോഹിത്തെ, എൻ്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. എടാ അവർ മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പി തന്നോ നിനക്ക് തന്നെയാ. ഇതൊക്കെ ഈ വിഷ്ണു മറന്നാൽ പിന്നെ നീ ഇല്ലടാ. തലയ്ക്ക് വെളിവില്ലാത്ത രോഹിത്ത് പറയുക, നീ എന്നെ എന്തോ ചെയ്യുമെന്ന പറയടാ. എടാ പറയടാ, എന്ത് ചെയ്യുമെന്ന്. ഇത് കണ്ട് ശ്യാമ വീണ്ടും, എടാ രോഹിത്തെ വേണ്ട, പലരുടെയും ജീവനം തകർത്തോണ്ട് നീ ഇപ്പൊ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിനുള്ള കളിയാ. എടാ ഒന്നുമില്ലെങ്കിലും നിന്നെ കൊല്ലാൻ ശ്രമിച്ച് കൊക്കെ തള്ളിയവളല്ലേടാ ഈ നിൽക്കുന്ന സുസ്മിത, അതൊക്കെ നീ അങ്ങ് മറന്നോടാ. എന്നിട്ട് വിഷ്ണു സുസ്മിതയോട്, എടീ നീ ജയിലിൽ കയറിയതാ, പക്ഷെ കൊലക്കുറ്റത്തിനൊന്നും അല്ലല്ലോ, പക്ഷെ എന്നെ നീ ജയിലിൽ കയറ്റരുത്. അങ്ങനെ ജയിലിൽ കയറാൻ ഈ വിഷ്ണുവിന് വിധി ഉണ്ടെങ്കിൽ നിന്നെയും തീർത്തിട്ടേ ഈ വിഷ്ണു ജയിലിൽ പോകൂ. രോഹിത്തെ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ വാ, നീ വന്നേ, വിടറാ എന്നെ, പോടാ, ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവളെ വേണ്ട, നിനക്ക് വേണമെങ്കിലേ ഇവളെ അങ്ങ് കെട്ടിക്കോ. എന്തു പറഞ്ഞടാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ നിയന്ത്രണം വിട്ട് ഓരോറ്റടി രോഹിത്തിന് അവനങ്ങ് തെറിച്ചു പോയി അങ്ങ് വീഴുവാണ്. വിഷ്ണുവിന് കോപം ഇരച്ചു വരുവാണ്. വിഷ്ണു അവനെ ഇട്ടങ്ങ് തല്ലുവാണ്. ശ്യാമ, അയ്യോ വേണ്ട വിഷ്ണുവേട്ട, വേണ്ട വിഷ്ണുവേട്ട, വേണ്ട, ഒന്നും ചെയ്യണ്ട വിഷ്ണുവേട്ടൻ, ഈ രോഹിത്തിനോട് ഒന്നും പറയണ്ട. രോഹിത്തിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അടി കൊണ്ട് വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്ന രോഹിത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുവാണ്. വിഷ്ണു അങ്ങോട്ട് കണ്ടിട്ട് ഓടി വന്ന വെള്ളവും ജഗ്ഗും പിടിച്ച് മേടിച്ചിട്ട് പറയുന്നു, എടാ നീ എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ നിന്റെ തലയ്ക്ക് മുകളിൽ കാലൻ്റെ വിളയാട്ട് തുടങ്ങിയിരിക്കുവാണ്. എടാ നന്നാകാൻ പറ്റുമെങ്കിൽ നീ നന്നാകടാ, അല്ലെങ്കിൽ നിന്റെ ഒടുക്കത്തെ ഉടങ്ങലിന് നീ തയ്യാറെടുത്തോ. എന്നിട്ട് വിഷ്ണു ശ്യാമയെ വിളിക്കുന്നു, ശ്യാമേ വാ, അവന് തോന്നുമ്പോൾ വരട്ടെ. ശ്യാമ കരഞ്ഞുകൊണ്ട് വീണ്ടും, രോഹിത്തെ ഇറങ്ങി പൊടി ഇവിടുന്ന്. അത് കണ്ട് സുസ്മിതയെ അങ്ങ് ചിരിക്കുവാണ്. ശ്യാമ അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് രോഹിത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് പൊത്തോന്ന് മറിഞ്ഞങ്ങ് വീഴുവാണ്. അത് കണ്ട് സുസ്മിത ഓടിച്ചെന്ന്, അയ്യോ രോഹിത്തെ ഇതെന്താ എന്നും പറഞ്ഞ് രോഹിത്തിനെ ഇങ്ങനെ പതുക്കെ പൊക്കിയെടുത്ത് റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം സങ്കടത്തോടെ നോക്കി നിന്ന് ജഗദീപ് കാണുകയാണ്. എന്നിട്ട് ജഗദീപ് പറയുവാണ്, എന്തോന്നടാ ഇത്, ഞാൻ എത്ര വട്ടം ഇങ്ങനെ അടിച്ച് പൂസായിട്ട് ഭൂമിദേവിയെ സാഷ്ടാംഗം പ്രണമിച്ചിങ്ങനെ ഞാൻ വീണിട്ടുണ്ട്, എന്നിട്ട് അതുവരെ ഇവളെന്നെ ഒന്ന് പൊക്കിയിട്ട് പോലും ഇല്ലല്ലോ, പൊക്കുക മാത്രമല്ല നോക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ വിഷ്ണു ശ്യാമയുമായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ചന്ദ്രബോസിന്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവിനെയും ശ്യാമയും കണ്ടുകൊണ്ട് ചന്ദ്രബോസ് കാറിൽ നിന്ന് ഒരു ആക്കിച്ചിരിയൊക്കെ ചിരിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഒരർത്ഥം വെച്ചുള്ള ചിരി ചിരിച്ചിട്ട് അവൻ പറയുന്നത്, ആഹാ അത് കൊള്ളാം, അപ്പം അതാണ് കാര്യം, വെറുതെ അല്ല ആ ചെറുക്കം കുടിച്ച് 4 കാലെ പോലും നിൽക്കാൻ വയ്യാതെ വെകളി പിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ.
ചന്ദ്രബോസിന്റെ ഈ അർത്ഥം വെച്ചുള്ള വർത്തമാനം വിഷ്ണുവിനിങ്ങനെ കലി തുള്ളുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനോട് ചന്ദ്രബോസ് ചോദിക്കുക, എടാ മോളെ എടുത്ത പോലെ നൈസായിട്ട് അമ്മയെ അങ്ങ് എടുത്തില്ലേ? വിഷ്ണു തുള്ളിക്കൊണ്ട്, എടാ ചന്ദ്രബോസ് നീ വെറുതെ ചൊറിയാൻ വരണ്ട, വന്നാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല, പോടാ അവിടുന്ന്. എടാ എനിക്കറിയാവടാ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് ചൊറിയുമെന്ന്. ഞാനിപ്പോഴേ സർവീസിലാണെന്ന് നിനക്കറിയാമല്ലോ. എടാ സർവീസിലിരിക്കുന്ന ഒരു പോലീസുകാരനെ തൊട്ടാൽ തന്നെ പ്രശ്നമാണ്, അപ്പോൾ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണറെ തൊട്ടാലോ? നിന്നെ വീട്ടിൽ കയറ്റിക്കിടത്തി ഉറക്കില്ല കേരള പോലീസ്. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ രണ്ടും കൂടെ എവിടെ പോയിട്ട് വരുന്നു? രോഹിത്തിനെ വിളിക്കാൻ വന്നതാണോ? എടാ ഈ രീതിക്കൊക്കെ നിങ്ങൾ നടന്നാൽ അവൻ വരുമോ? അല്ലാണ്ട് തന്നെ അവന്റെ മനസ്സ് നിറയെ സംശയമാ. അതിപ്പോ കൊച്ചും കൂടി അവന്റെ അല്ലെന്നറിഞ്ഞപ്പോ സംശയം കൂടി. വിഷ്ണുവിനാണെ കൈ ധരിച്ചിട്ട് വയ്യ. വിഷ്ണു വേണ്ടാന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനൊരുങ്ങുമ്പോ ചന്ദ്രബോസ് പിടിച്ചു നിർത്തുക. എടാ നീ എങ്ങോട്ട് പോകാനൊരുങ്ങും? അവിടെ നിക്കടാ. അതെ, എനിക്കൊരു കാര്യം സത്യസന്ധമായിട്ട് അറിയണമെന്നുണ്ട്. അതെ, ശ്യാമയും കൂടെ കേൾക്കാൻ വേണ്ടിയാ. അതിന് വിഷ്ണു എനിക്ക് കൃത്യമായിട്ടൊരു മറുപടിയും തരണം. ഇപ്പോ ഈ ശ്യാമയുടെ ഡ്രൈവർ നീ തന്നെയാണോ? അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും അത്രയും നേരം കോപം അടക്കി വെച്ചിരുന്ന വിഷ്ണു അവനെ എടാന്നും പറഞ്ഞ് അടിച്ച് തൊഴിച്ച് കഴുത്തെ പിടിച്ച് ഒരൊറ്റേറ്. നിന്റെ ഈ നാവ് ഞാൻ പിഴുവടാ എന്നും പറഞ്ഞ് അവൻ്റെ കഴുത്ത് പിടിച്ച് ചമക്കുവാണ്. ശ്യാമയാണെങ്കിൽ കരഞ്ഞു പേടിച്ചോണ്ട് വിഷ്ണുവേട്ട വേണ്ട, വിട് വിട് വിഷ്ണുവേട്ട വേണ്ട. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറിക്കൊണ്ട് ചന്ദ്രബോസ് പറയാ, വേണ്ട വിഷ്ണു, എന്നെ കൊണ്ട് അരുതാത്തൊന്നും നീ ചെയ്യിക്കരുത്. എടാ ഞാനങ്ങനെ പലതും പറയും, നിന്റെ മനസ്സിൽ കള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ പേടിക്കുന്നേ? നിങ്ങളുടെ ഈ ഭാര്യയും ഭർത്താവും പോലുള്ള ഈ നടത്തം കണ്ട ആർക്കാടാ സംശയം തോന്നാത്തത്? അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ശ്യാമ, വിഷ്ണുവേട്ട ഇനി ഇവിടെ നിൽക്കേണ്ട, വാ നമുക്ക് പോകാം. അവിടെ നിൽക്കുവച്ചേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇവനോടൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വിഷ്ണുവേട്ട ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം എന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും കടന്ന് വിഷ്ണുവിനെ വിളിക്കുവാണ്. വിഷ്ണു പറയുക, ചന്ദ്രബോസെ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്, എനിക്ക് തിരക്കില്ലാത്ത ദിവസം ഞാൻ നിന്നെ വിളിക്കാം. അന്ന് ഞാൻ നീ പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും തരാം, പക്ഷേ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലുള്ള മറുപടി. അതുകൊണ്ട് നീ ഇപ്പം വിട്ടുപിടിക്ക്. ശ്യാമേ വാ എന്നും പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പം ചന്ദ്രബോസ് വീണ്ടും പിടിച്ചു നിർത്തുവാണ്. അതാടാ നിനക്ക് നല്ലത്, നീ ഇവിടെ നിന്നാലേ ഞാൻ ഇനിയും പലതും ചൊറിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. രണ്ടു മക്കളെയും രണ്ടിടത്താക്കി ഭാര്യയെ കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തി ഭാര്യയുടെ അനിയത്തിയും കൊണ്ട് കറങ്ങുന്ന നിന്നെ പൂവിട്ട് പൂജിക്കേണ്ടതാടാ. ചന്ദ്രബോസിന് കുത്തിയതൊന്നും പോരാ, വീണ്ടും അവനിങ്ങനെ വിഷ്ണുവിനെ ചൊറിയുവാണ്. എടാ ജനിക്കുന്നെങ്കിൽ നിന്റെ നാളിൽ തന്നെ ജനിക്കണം. ഇതെങ്ങനെ? ഇതിപ്പോഴെങ്ങാനും തുടങ്ങിയതാണോ? അതോ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ആ പാവൻ രോഹിത്തിനെ ബലിയാടാക്കിയതാണോ? വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ എരന്ന് വാങ്ങിക്കാതെ പോകുന്ന ലക്ഷണമില്ല. വിഷ്ണു പറയുക, എടാ ചന്ദ്രബോസെ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനറിയാത്ത നിന്റെ ഇപ്പോഴത്തെ നാവ് വെച്ച് നീ ഇനി അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് വലിച്ച് ഞാൻ പുറത്തേക്കിടും. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം ഞാൻ പറയുന്നതാണോ കുഴപ്പം? അല്ല, ഇനിയിപ്പോൾ എങ്ങോട്ടാ രണ്ടുപേരുടെ പോകാൻ ഉദ്ദേശിക്കുന്നത്? പാർക്കിലോട്ടോ ബീച്ചിലോട്ടോ അതോ ഇനി ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമിലോട്ടോ? കൊടുത്ത് വിഷ്ണു അത് കേട്ടത് ഓരോറ്റ തൊഴി. ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോൾ നീ വീണ്ടും എന്നും പറഞ്ഞ് ചന്ദ്രബോസിനെ വിഷ്ണു ഇടിച്ചും തൊഴിച്ചും അങ്ങ് പഞ്ഞിക്കിട്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ കോപം തീരുന്നവരെ ഇടിച്ച് പഞ്ഞിക്കിട്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രബോസിനൊരു സുഖവുമായി. എടാ മതിയോടാ, ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നീ ഇത്രയും നേരം വായിട്ടലച്ചത്. അടിയും തൊഴിയും കൊണ്ട് അനങ്ങാൻ വയ്യാതെ ചന്ദ്രബോസ് ഇങ്ങനെ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുവാണ്. ഇത് കണ്ടിട്ട് വിഷ്ണു ചോദിക്കുവാണ്, എടാ ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നീ ഇത്രയും നേരം കിടന്ന് വായിട്ടലച്ചത്. ഇപ്പം കയ്യോടെ കിട്ടിയപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. എനിക്കും ഒരു നല്ല മനസുഖം കിട്ടി. ഇല്ലെങ്കിലേ പോയി കിടന്നാൽ ഈ വിഷ്ണുവിന് ഉറക്കം വരില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജഗദീപ് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുവാണ്. ചന്ദ്രബോസ് ചമ്മല് മറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുക, എടാ സർവീസിലുള്ള പോലീസുകാരനെ നീ വീട്ടിൽ കയറി തല്ലിയത്, ഇതിന് നീ ഇത്തിരി വെള്ളം കുടിക്കും. ഒട്ടും ഒരു കൂസലോ പേടിയോ ഒന്നുമില്ലാതെ വിഷ്ണു അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കുവാടാ, ഇന്നു മുതൽ നിനക്ക് ശനിദശയാടാ, എനിക്ക് ശുക്രനും. അത് കേട്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചിട്ട് പറയാ, നമുക്ക് കാണാം, എൻ്റെ ശനിദശ മാറ്റിയിട്ട് ശുക്രനാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് കാണണം. ആ കാണലില്ലേ ചന്ദ്രബോസെ, നീ നിനക്ക് ജന്മം തന്നവരെ ശപിക്കും. കാരണം അതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ഗതി വന്നതെന്നോർത്ത്. അടിയും തൊഴിയൊക്കെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൂട്ടിയ വേദനയിൽ ചന്ദ്രബോസിനൊന്നും മിണ്ടാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അവനറിയാം വിഷ്ണു പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. ഓർത്ത് വെച്ചോ ചന്ദ്രബോസെ, നീ അളന്നും വെച്ചോ.
നീ തന്നതിൻ്റെ 10 മടങ്ങ് നിനക്ക് ഞാൻ തന്നിരിക്കും. അയ്യോ, നമ്മുടെ ജഗദീപിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. പാവം അവിടുന്നോട് ചിരി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അടക്കുവാണ്. ചന്ദ്രബോസ് അങ്ങനെ കണ്ടാൽ എടുത്തിട്ട് തൊഴിക്കുമല്ലോ. എന്നിട്ട് വിഷ്ണു ചന്ദ്രബോസിനെ നോക്കി പറയുക, വരട്ടേടാ പോലീസ് ഏമാനെ. ചമ്മി വിളറിയിരിക്കുന്ന ചന്ദ്രബോസ് പറയാ, നീ പോടാ. എന്നിട്ട് വിഷ്ണു പറയാ, ഇപ്പൊ പോകാം, പിന്നെ ഞാൻ വരും എന്നും പറഞ്ഞ് ശ്യാമയെ വിളിച്ചോണ്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. വിഷ്ണുവിൻ്റെ അടിയും തൊഴിയും വാങ്ങി അനങ്ങാൻ വയ്യാതിരിക്കുന്ന ചന്ദ്രബോസിനോട് നമ്മളെ ജഗദീപ് ചോദിക്കുക, അപ്പോഴെങ്ങനെ തൈലം എടുക്കട്ടെ? തൈലവേ, ഈ കിഴിയൊക്കെ ഇട്ട് പിടിക്കാൻ. ചന്ദ്രബോസ് ഇരുന്ന് വേദന കൊണ്ട് പൊളയുവാണ്. ഇത് കണ്ട് ജഗദീപിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. അവനങ്ങ് ചിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് എഴുന്നേറ്റിനി ജഗദീപിനെ തല്ലുവോ അതോ ചന്ദ്രബോസ് വിഷ്ണുവിനെതിരെ പ്രതികാരം കൊണ്ട് ഇറങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.